കണ്ണ ഇവ മോളെ, ഞങ്ങൾ പോയിട്ട് വരാവേ. ആ ആന്റി, എല്ലാവരും പോയിട്ട് വാ. ഓ, ഞാൻ എന്നൊരാളിവിടെ ഇരിപ്പുണ്ട്, എന്നെയും കൂടെ പരിഗണിക്കാം. ഓ, സാറിവിടെ ഇരിപ്പുണ്ടായിരുന്നോ? സാറിനെ തിരക്കാവെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ മൈൻഡ് ചെയ്യാത്ത. ആ, ഡാഡി തന്നെ ഇങ്ങനൊക്കെ പറയണം. ഡാഡി ചെയ്തുകൊണ്ടിരുന്ന ജോലിയാ ഇപ്പൊ ഞാൻ ചെയ്യുന്നത്, അത് മറക്കണ്ട. ഓ, എന്ന് കരുതി നിന്റെ ഡാഡി ഫുൾ ടൈം ഓഫീസിലിരിക്കുന്ന ആളൊന്നുമല്ല. നിനക്കൊന്ന് വന്നൂടേടാ, അല്ലെങ്കിൽ അവരെങ്കിലും വിട്ടൂടെ? നാട്ടിലോട്ട് പോകുമ്പോ മോളെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എങ്ങനെ? ഇവ സമ്മതിക്കണ്ടേ? അവനും വരത്തില്ല, നിങ്ങൾ രണ്ടുപേരെയും വിടത്തുമില്ല. അത് സാരമില്ല ചമ്മേ, അടുത്ത വെക്കേഷന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് പോവാം. അതെ കണ്ണ, ഒരു ദിവസം നമുക്കെല്ലാവർക്കും ഒരുമിച്ചാണ് പോവാം. കിളിച്ചോണ്ട് നിൽക്കണ്ട, രണ്ടിനെയും മര്യാദക്കങ്ങ് നോക്കിപ്പോവാം കേട്ടോടാ. മതി മതി, നമുക്ക് ഇറങ്ങാം. വാ എല്ലാവരും. ഇതാ കണ്ണ, ഞങ്ങൾ പോയിട്ട് വരാവേ. ഓക്കെ ഡി, ബൈ. ഇവ ഏട്ടാ കണ്ണ, ബൈ. എല്ലാവരും പോയി. അവരൊക്കെ ഇനി എന്നാ വരും അമ്മ? ആഹാ, അവരിപ്പോ അങ്ങ് പോയതല്ലേ ഉള്ളൂ. അവര് കുറച്ചു ദിവസം നിന്നിട്ട് വരട്ടേടാ. അതല്ല അമ്മ, എന്റെ കൂടെ കളിക്കാൻ ആരുമില്ല. കിച്ചൂസ് പോയില്ലേ? ആര് പറഞ്ഞു? കണ്ണന്റെ കൂടെ കളിക്കാൻ ഡാഡി ഉണ്ട്, അമ്മയുണ്ട്. അമ്മ എപ്പോഴും കണ്ണന്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ആണോ അമ്മ? എന്നോക്കെ, കണ്ണൻ ഇപ്പൊ ഹാപ്പിയാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. കണ്ണ, വൈകിട്ട് കാണാം. ബൈ. ഡാഡി ഓഫീസിലോട്ട് പോയി, ഇനി വൈകിട്ടേ വരൂ. നമ്മള് തനിച്ചായില്ലേ? അത് നിന്റെ ഡാഡിക്ക് ഓർമ്മയില്ലല്ലോ കണ്ണ. ഇവിടെ നമ്മൾ രണ്ടുപേരും തനിച്ചാണെന്ന് അറിഞ്ഞിട്ടും നമ്മളിവിടെ ആക്കി പോയില്ലേ? അങ്ങനെയല്ല അമ്മ, ഡാഡിക്ക് വർക്കൊക്കെ ഇല്ലേ, അതുകൊണ്ടല്ലേ ഡാഡി പോയേ. ആ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ നിന്റെ ഡാഡിക്കല്ലേ സപ്പോർട്ട് നിൽക്കൂ, എന്റെ കൂടെ നിൽക്കില്ലല്ലോ. എന്താ അമ്മ, ഞാൻ ഡാഡി വരുമ്പോ പറയാം നാളെ ഓഫീസിൽ പോണ്ട, ഓഫീസിൽ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേടാ കണ്ണ, അമ്മ ചുമ്മാ പറഞ്ഞതല്ലേടാ. എന്റെ മോന് ഞാന് നമുക്ക് കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കാം. വാ.